അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു റിസോർട്ടിൽ വന്നാണ് ഇവന്റ് ബുക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ എന്താ പറയാ, വൈഫിന്റെ സിസ്റ്ററിന്റെയും ഹസ്ബൻഡിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഇവന്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് ഇതേമാതിരിക്കുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് മുകളിലാണ്. മഴ പെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങോട്ട് പോവാം. All of your video. Habibi in Dubai, yeah. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് മുകളിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഏറ്റവും മുകളിൽ ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് മഴയത് കാരണമാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റെസ്റ്റോറൻറ്റ് ഇതാണ്, ഈ കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഫാം യാർഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഇപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും വൈഫൊക്കെയാണ് ഉള്ളത്. അതുകൂടാതെ വൈഫിൻ്റെ സിസ്റ്റർ, ഹസ്ബൻഡും വൈഫും കുട്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതാ സീറ്റിലിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫുള്ള് വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് മണി പക്കിയാവ്. ഇവിടുത്തെ ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയൊരു ബോക്സറാണ്. ഒരുപാട് വട്ടം ചാമ്പ്യനായ ബോക്സറാണ് അയാൾ. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ചെറിയ മിനി ബാറാണ് റെസ്റ്റോറൻറ്റിൻ്റെ. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലായിടത്തും റെസ്റ്റോറൻറ്റ് കയറി കഴിഞ്ഞാൽ അതുപോലെ ഒരു മിനി ബാർ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ അലൗട്ടാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ഏരിയ ആണ്. നേരത്തെ വരാൻ പറ്റിയിട്ടില്ല. നേരത്തെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുങ്ങനെ മഴ പെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വന്നത്. ആ നിൽക്കുന്നതാണ് വൈഫിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും. അവരുടെ കൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചെല്ലാം ഞങ്ങൾ റെസ്റ്റോറൻറ്റും താഴെ ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഹോട്ടൽ, അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ ഭയങ്കര എക്സ്പെൻസീവാണിത്. ആ കാണുന്ന മുകളിലാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ വരുന്ന അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിമ്മിംഗ് പൂളുകളാണ്. അപ്പോൾ ഈ ഏരിയ ഒന്ന് ഞാൻ ചുറ്റി കാണിച്ചു തരാം ചെറുതായിട്ട്. നല്ലൊരു ആംബിയൻസ് ആട്ടോ. ലൈറ്റും കാര്യങ്ങളും അതുപോലെ ട്രഡീഷണലും ലക്ഷറിയും ടൈപ്പും ആയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതിനുള്ളിലുണ്ട്. ഇതിൽ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് വേറെ ഒരെണ്ണമാണ്. അപ്പോൾ അതിൻ്റെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. ഇപ്പോൾ റായിൽ അങ്ങോട്ട് ഓടുകയാണ് അത് കണ്ടപ്പോൾ. ഇപ്പോൾ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, അത് വേറൊരു റെസ്റ്റോറൻറ്റിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഹോട്ടൽ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ബിൽഡിങ്ങിൽ. ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. പക്ഷേ കുയ റൂമി പറഞ്ഞത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെയെന്ന്. ഞങ്ങൾ വൈക്കിളാണ് നിൽക്കുന്നത്. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോവാണ്. Yes. Yeah. A guy. Good job. We can go to the other restaurant.
അങ്ങനെ ഞങ്ങളിതാ കാറിൽ കയറിയിട്ട് സിസ്റ്റർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.